ഇന്ന് നമ്മൾ മോഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. മോഡ്യൂൾ 4 മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. മാൽവെയർ, വൈറസസ്, വേംസ് ആൻഡ് ട്രോജൻസ്, പിന്നെ ടോപ്പോളജിക്കൽ വേംസ്, ദെൻ ഇൻ്റർനെറ്റ് പ്രൊപ്പഗേഷൻ മോഡൽസ് ഫോർ വേംസ്. ഇപ്പോൾ മാൽവെയർ എന്താണ്, എന്തെല്ലാം ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ ഇൻ്റർനെറ്റ് പ്രൊപ്പഗേഷൻ മോഡലാണ് അഡീഷണലായിട്ട് വരുന്നത്. സോ മാൽവെയർ നമുക്കറിയാം, ഇറ്റ്സ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻറ്റൻഷ്യലി ഇൻക്ലൂഡഡ് ഓർ ഇൻസേർട്ടഡ് ഇൻ ദ സിസ്റ്റം ഫോർ ഹാർംഫുൾ പർപ്പസ്. അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു ടു ഡു സം മലീഷ്യസ് ടാസ്ക്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഹാർംഫുൾ ആക്കുന്ന കുറച്ച് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സിസ്റ്റത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻ്റാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റീസിനെ അല്ലെങ്കിൽ വീക്ക്നെസ്സുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുക. ഇനി മാൽവെയർസിൻ്റെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ദോസ് ദാറ്റ് നീഡ് എ ഹോസ്റ്റ് പ്രോഗ്രാം ആൻഡ് ദോസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി അല്ലെ ഹോസ്റ്റ് പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാരസൈറ്റിക് എന്നാണ് പറയുക. അപ്പോൾ പാരസൈറ്റിക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ വൈറസുകൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാൽവെയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ദാറ്റ് കനോട്ട് റൺ ഇൻഡിപെൻഡൻ്റ്ലി, അല്ലെങ്കിൽ അവർ ഹോസ്റ്റ് പ്രോഗ്രാമിനോട് ഡിപ്പെൻഡ് ചെയ്തില്ല, അതിനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് വൈറസസ്, ലോജിക് ബോംബ്സ് ആൻഡ് ബാക്ക്ഡോർസ്. ഇനി സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മാൽവെയർ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേറെ ആരോടും കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ സെൽഫ് കണ്ടെയ്ൻഡ് പ്രോഗ്രാം. അപ്പോൾ അതിനെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സാമ്പിൾസ് ആർ വോംസ് ആൻഡ് ബോട്ട് പ്രോഗ്രാംസ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത്, ഒന്ന് ഹോസ്റ്റ് പ്രോഗ്രാം വേണ്ട മാൽവെയർസ്, സെക്കൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന മാൽവെയർസ്. അപ്പോൾ അതിൻ്റെ ഒരു ഹയറാർക്കിയാണ് പ്രസൻറ്റേഷൻ ഇവിടെ കാണിച്ചേക്കുന്നത്. മലീഷ്യസ് പ്രോഗ്രാംസ്, ഹോസ്റ്റ് പ്രോഗ്രാം ആവശ്യമുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഹോസ്റ്റ് പ്രോഗ്രാം ആവശ്യമുള്ളതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ 4 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്: ട്രാപ്ഡോർസ്, ലോജിക് ബോംബ്സ്, ട്രോജൻ ഹോഴ്സ് ആൻഡ് വൈറസസ്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് വേംസ് ആൻഡ് സോംബീസ്. ഇനി ഇതിൻ്റെ നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാൽവെയർസ് ദാറ്റ് റിപ്ലിക്കേറ്റ് ആൻഡ് ദാറ്റ് ഡു നോട്ട് റിപ്ലിക്കേറ്റ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 എണ്ണം: വൈറസ്, വേംസ് ആൻഡ് സോംബി. ഇതെല്ലാം റിപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു അനദർ ക്ലാസിഫിക്കേഷനാണ്. സോ മാൽവെയർസ് ക്യാൻ ഓൾസോ ബി ഡിവൈഡഡ് ഇൻ ടു സോഫ്റ്റ്വെയർ ത്രെഡ്സ് ദാറ്റ് ഡു നോട്ട് റിപ്ലിക്കേറ്റ് ആൻഡ് ദാറ്റ് റിപ്ലിക്കേറ്റ്. അപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് റിപ്ലിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഡു നോട്ട് റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യില്ല, പക്ഷേ നമ്മളതിനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ട്രിഗർ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ലോജിക് ബോംബ്സ്, ബാക്ക്ഡോർസ്, ബോട്ട് പ്രോഗ്രാംസ് ഒക്കെ പറയുന്നത്. ഈ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നോ അതിൽ കൂടുതലോ കോപ്പീസ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ തന്നെ കോപ്പീസ്. ഒന്നുകിൽ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും അത് ആക്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ സെയിം സിസ്റ്റത്തിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ കോപ്പീസ് അതിൻ്റെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക ഓരോ പ്രാവശ്യം ആക്ടിവേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് ആകുമ്പോൾ. അതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ത്രെഡ്സ് ദാറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് വൈറസ്, വേം ആൻഡ് സോംബി. അപ്പോൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഫോർ മാൽവെയർസ്. ഇനി നമ്മൾ ഓരോന്ന് ടൈപ്പ് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഡോർ. ബാക്ക്ഡോർ നമ്മൾ ട്രാപ്പ് ഡോർ എന്നും പറയും. ഇറ്റ് ഇസ് എ സീക്രട്ട് എൻട്രി പോയിൻ്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ആപ്ലിക്കേഷനിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഈ എൻട്രി പോയിൻ്റ് ആക്സസ് ഇല്ലാത്ത ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ സാധാരണ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഒന്നും കടന്നു പോകാണ്ട് തന്നെ ആൾക്ക് ആ പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അപ്പോൾ ഈ പ്രോഗ്രാമേഴ്സാണ് നോർമലി ഈ ബാക്ക് ഡോർസ് അല്ലെങ്കിൽ ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞാൽ ഈ എൻട്രി പോയിന്റ് കീപ്പ് ചെയ്യുന്നത്. അവരത് കീപ്പ് ചെയ്യാനുള്ള ടാസ്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അല്ലെങ്കിൽ ഡീബഗിങ് അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രി പോയിന്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻട്രി പോയിന്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഹുക്ക് എന്നും പറയാറുണ്ട്. ഈ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇപ്പോൾ പ്രോഗ്രാമേഴ്സിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് അത് ആക്സസ് ചെയ്ത് എന്തെങ്കിലും ഡീബഗിങ്ങോ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ചേഞ്ചോ ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് എൻട്രി അല്ലെങ്കിൽ ആ ഓതൻറ്റിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയായി കുറേ സ്റ്റെപ്പുകൾ കടന്നിട്ട് മാത്രം അവർക്ക് സോഫ്റ്റ്വെയറിൽ ആക്സസ് ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ പറ്റുമെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് മുഴുവൻ കടന്ന് പോകാണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പ്രിവിലേജോട് കൂടി അയാൾക്ക് ഡയറക്റ്റ്ലി ഈ എൻട്രി പോയിന്റ് വഴി പ്രോഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ്റനൻസ് ഹുക്ക് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കീപ്പ് ചെയ്യുന്നുള്ളൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ പ്രോഗ്രാമിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ബിൽറ്റ് ആയിട്ട് വരുവാണ് നമുക്ക് ഈ ഓപ്ഷൻ കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ബാക്ക്ഡോർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് വർക്കായില്ലെങ്കിലും ഒരു മെയിൻ്റനൻസ് ചെയ്യുന്ന ഡെവലപ്പറിന് ഈ ബാക്ക്ഡോറിൻ്റെ എൻട്രി പോയിന്റ് വഴി കയറിയിട്ട് ആ എറർ ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റും.
അപ്പോൾ backdoor is code that recognizes some special sequence of input or is triggered by being run from a certain user ID. അപ്പോൾ ഇത് പല രീതിയിൽ ആവാം ആക്ടിവേറ്റ് ആവുന്നത്. ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് അത് ആക്ടിവേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ യൂസർ ഐ ഡിയിൽ അതിനെ റൺ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ട്രിഗേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ബാക്ക്ഡോർ ഇഷ്യൂ ആവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് ജെന്യൂൻ അല്ലാത്ത ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത പ്രോഗ്രാമേഴ്സ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴാണ് അത് ത്രെട്ടായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നോർമൽ OS കൺട്രോൾസ് ഉപയോഗിച്ചൊന്നും നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാൽവെയർ ആണ് ലോജിക് ബോംബ്. അപ്പോൾ ലോജിക് ബോംബ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഒരു ട്രിഗർ വേണം. ബോംബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇറ്റ് നീഡ്സ് എ ട്രിഗർ. അപ്പോൾ ഇറ്റ് ഈസ് കോഡ് എംബഡഡ് ഇൻ സം ലെജിറ്റിമേറ്റ് പ്രോഗ്രാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ പെടും. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന അല്ല ഒരു റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു ജെന്യൂൻ ടാസ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ അതിൻ്റെ കോഡിനുള്ളിൽ എംബഡ് ചെയ്തിട്ടായിരിക്കും ഈ ലോജിക് ബോംബ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആകുമ്പം ഇത് ആക്ടിവേറ്റഡ് ആവുക. അതാണ് ലോജിക് ബോംബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോജിക് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ട്രിഗർ, അതാണ് ഈ ലോജിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് കണ്ടീഷൻസ് പല രീതിയിൽ വരാം. ഇപ്പോൾ ഒന്നുകിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു ഫയൽ പ്രസൻറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റഡ് ആയി വരുന്നു, അപ്പോൾ ആ ടൈമിൽ വേണം ആക്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫയൽ മിസ്സിംഗ് ആയി, ആ ടൈമിൽ വേണമെങ്കിൽ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഡെവലപ്പേഴ്സിന് അത് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന 2-3 കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ വീക്കിലെ ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യൂസർ അതിനെ റൺ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇതെല്ലാം ട്രിഗേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ വൺസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോംബ് നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഫയൽസിനെ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, മെഷീൻ കംപ്ലീറ്റ്ലി ഹോൾട്ട് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജസ് അത് വരുത്താം. ഇനി തേർഡ് കാറ്റഗറി ഓഫ് മാൽവെയർ എന്ന് പറയുന്നതാണ് ട്രോജൻ ഹോഴ്സ്. അപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ കാണുമ്പം ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് നമ്മൾ പേസ് ചെയ്യുന്ന കോഡാണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻവോക്ഡ് ആയി കഴിഞ്ഞാൽ, ഈ ഹിഡൻ കോഡ് ഇൻവോക്ഡ് ആയി കഴിഞ്ഞാൽ അത് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാം. ഇപ്പോൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അപ്പോൾ നേരിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരത് ചെയ്യാനുള്ള എൻട്രി പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും ഈ ട്രോജൻ ഹോഴ്സുകളെ ഉപയോഗിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂസറിന് ഒരു ഷെയർഡ് സിസ്റ്റത്തിൽ വേറൊരു യൂസറിൻ്റെ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് വേണ്ടി ഒരു ട്രോജൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ട്രോജൻ റൺ ആവുന്ന സമയത്ത് ആ ഇൻവോക്കിംഗ് യൂസറിൻ്റെ ഫയൽ പെർമിഷൻസ് ചേഞ്ച് ചെയ്യുക, സച്ച് ദാറ്റ് ഈ ഫയൽസ് എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് ആക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ട്രോജൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓതറിന് ബാക്കിയുള്ള യൂസേഴ്സിനെ കൂടി ഈ പ്രോഗ്രാം റൺ ചെയ്യുക. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ഡയറക്ടറിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ കീപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിനെ നെയിം ചെയ്യുക, സച്ച് ദാറ്റ് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന എന്തെങ്കിലും ആണെന്നുള്ള രീതിയിൽ അതിനെ നെയിം ചെയ്തിടുക. അപ്പോൾ യൂസേഴ്സ് എന്താവും, അത് റൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് നമ്മളുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി അത് ഹാം ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് വേറൊരു ടിപ്പിക്കൽ കാറ്റഗറി ഓഫ് ട്രോജൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ കമ്പൈലർ അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ട്രോജൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കമ്പൈലർ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, ഈ ട്രോജൻ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഇൻസേർട്സ് അഡീഷണൽ കോഡ് ഇൻ ടു സർട്ടൻ പ്രോഗ്രാംസ് ആസ് ദേ ആർ കമ്പൈൽ. അപ്പോൾ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എക്സ്ട്രാ കോഡ് അത് ആഡ് ചെയ്യാണ് ഈ ട്രോജൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സിസ്റ്റം ലോഗിൻ പ്രോഗ്രാം പോലുള്ള സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ, നമ്മുടെ ലോഗിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ, അപ്പോൾ അതിനുള്ളിൽ ശരിക്കും ഈ ട്രോജൻ ചെയ്യുന്ന ഒരു ബാക്ക്ഡോർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്ഡോർ ക്രിയേറ്റ് ചെയ്യുന്നത് ഓതറിന് അയാളുടെ പാസ്വേഡ് വെച്ച് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി പോയിൻ്റാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രോജൻ നമുക്ക് നോർമലി സോഴ്സ് പ്രോഗ്രാം റീഡ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ റെക്കഗ്നൈസ് ചെയ്യാനൊന്നും ഡിറ്റക്ട് ചെയ്യാനോ പറ്റില്ല. പിന്നെ ട്രോജൻ ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡേറ്റ ഡിസ്ട്രക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആക്ച്വലി ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാമാണ്, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ബാക്ക് എൻഡിൽ അത് യൂസറിൻ്റെ ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള വേണ്ടാത്ത ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ട്രോജൻ ഹോഴ്സുകൾ നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറിയിലായിട്ട് പറയാം. അതാണ് പറഞ്ഞേക്കുന്നത് ഫിറ്റ് ഇൻ ടു 1 of 3 മോഡൽസ്. അപ്പോൾ 3 മോഡൽസ് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് കേസ് പറഞ്ഞേക്കുന്നത് അത് ഒറിജിനൽ പ്രോഗ്രാം ചെയ്യേണ്ട, ഇപ്പോൾ ഒരെണ്ണത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ട്രോജൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ആ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് അത് മാലീഷ്യസ് ആക്ടിവിറ്റി കൂടി ചെയ്യും. അതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ എല്ലാം ചെയ്യും, എന്നിട്ട് ആ ഫംഗ്ഷൻ തന്നെ മോഡിഫൈ ചെയ്ത് മാലീഷ്യസ് ആക്ടിവിറ്റി കൂടി ചെയ്യാം. അല്ലെങ്കിൽ വേറെ മാലീഷ്യസ് ആക്ടിവിറ്റീസ് നടക്കുന്നത് കണ്ടില്ല എന്ന രീതിയിൽ വർക്ക് ചെയ്യാം. അതാണ് സെക്കൻഡ് കാറ്റഗറി. ഇനി തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ഫംഗ്ഷൻ ചെയ്യുകയില്ല, അതിനെ കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്തിട്ട് മാലീഷ്യസ് ഫംഗ്ഷൻ മാത്രം ചെയ്യാം. അതാണ് ഈ 3 ടൈപ്പ് ഓഫ്
കാറ്റഗറി എന്നുള്ള 3 രീതിയിൽ നമുക്ക് ട്രോജൻ ഹോഴ്സ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ കേസിലാണെങ്കിൽ ഒറിജിനൽ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ അത് ചെയ്യും, അത് കൂടാണ്ട് അതിനെ മോഡിഫൈ ചെയ്ത് മലീഷ്യസ് ആക്ടിവിറ്റി കൂടി ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൊബൈൽ കോഡാണ്. മൊബൈൽ കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ നമുക്ക് പല പ്ലാറ്റ്ഫോംസിൽ നമ്മളുടെ ഈ കോഡിൻ്റെ സെമാൻറ്റിക്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ ഒരേ സെമാൻറ്റിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുന്ന മാൽവെയർസാണ് മൊബൈൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഒരു റിമോട്ട് സിസ്റ്റത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ലോക്കൽ മെഷീനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ ആ ലോക്കൽ മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്യുക. യൂസറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അവിടെ വെച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യിക്കുക. അപ്പോൾ ഇത് ശരിക്കും വൈറസ് അല്ലെങ്കിൽ വേം ട്രോജനൊക്കെ ഒരു ഒരു വർക്ക് സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസം ആയിട്ടാണ് ശരിക്കും മൊബൈൽ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റീസിനെ അല്ലെങ്കിൽ വീക്ക്നെസ്സുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ നോർമലി ക്യാരി ചെയ്യുന്നതിൽ എൻ്റെ വെഹിക്കിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജാവ ആപ്ലറ്റ്സ്, ആക്റ്റീവ്എക്സ്, ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെയാണ് ഇതിൻ്റെ ക്യാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ മൊബൈൽ കോഡ് മാലീഷ്യസ് ഓപ്പറേഷൻ വേണ്ടി ലോക്കൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, ഇൻട്രാക്റ്റീവ് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ്, ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റഡ് അല്ലാത്ത സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഇതെല്ലാം മൊബൈൽ കോഡ്സിൻ്റെ ഓപ്ഷൻസാണ്, അല്ല അപ്രോച്ചസാണ്. ലാസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ത്രെഡ് മാൽവെയർ. അപ്പോൾ വൈറസ് അല്ലെങ്കിൽ മാൽവെയർസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് പല രീതിയിൽ വർക്ക് ചെയ്യാം, ക്യാൻ ഓപ്പറേറ്റ് ഇൻ മൾട്ടിപ്പിൾ വേയ്സ്. ഇനി മൾട്ടി പാർട്ടൈറ്റ് വൈറസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേയ്സിൽ അത് ഇൻഫെക്റ്റ് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല പല ടൈപ്പ് ഫയലുകളെ അത് ഒരേ സമയത്ത് ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെ കളയണം അല്ലെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പോസിബിൾ സൈറ്റുകളും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ട്രൈ ചെയ്യുന്നു, ഇതിൽ സെർച്ച് ചെയ്തിട്ട് വേണം നമ്മളത് ഒഴിവാക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ ബ്ലെൻഡഡ് അറ്റാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രെഡിങ്ങിൻ്റെ ഒരു സിവിയറിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളുടെ അറ്റാക്ക് കൂടുതൽ സിവിയർ ആയിട്ട് നടത്താനാണ് ബ്ലെൻഡഡ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ബ്ലെൻഡഡ് എന്ന് പറയുമ്പോൾ പല മാൽവെയർസ് ഒന്നിച്ചുള്ളൊരു പാക്കേജ് ആയിട്ടാണ് ശരിക്കും ഇത് വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് നമ്മളുടെ ടാർഗറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിംഡ അറ്റാക്ക്, എറഗനിയസ്ലി റെഫർ ടു എസ് സിംപ്ലി എ വേം. ഈ നിംഡ എന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിൻ എന്ന് പറഞ്ഞ വാക്ക് തിരിച്ചിട്ടുള്ളതാണ് ഈ നിംഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിംഡ അറ്റാക്കിൽ 4 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇമെയിൽ. അപ്പോൾ നമുക്ക് ഒരു അഫക്റ്റഡ് ആയിട്ടുള്ളൊരു മെഷീനിൽ ഒരു യൂസർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ കരുതുക. അപ്പോൾ നിംഡ നോർമലി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഈ ഹോസ്റ്റിലുള്ള ഇമെയിൽ അഡ്രസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അതിൻ്റെ തന്നെ കോപ്പി ഈ ഇമെയിൽ അഡ്രസ്സുകളിലേക്കെല്ലാം അയച്ചു കൊടുക്കാനായിരിക്കും അത് ശ്രമിക്കുന്നത്. ഇനി സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ വിൻഡോസ് ഷെയർസ്. വെച്ചാൽ നമ്മൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഷെയർഡ് ഫയൽസ് ഏതൊക്കെയാണോ അതിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അതിനെ ട്രാൻസ്പോർട്ട് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് ആ ഹോസ്റ്റിൽ തന്നെയുള്ള വേറെ ഫയൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി ഈ നമ്മൾ ആ ടാർഗറ്റ് ഹോസ്റ്റിൽ അതർ ഫയൽ കണ്ടുപിടിച്ച ആ ഹോസ്റ്റിൽ നമുക്ക് ഈ നിംഡ ആക്ടിവേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി തേർഡ് കാറ്റഗറി അല്ലെങ്കിൽ തേർഡ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെബ് സെർവേഴ്സ് വഴിയായിരിക്കും. അപ്പോൾ ഈ വെബ് സെർവേഴ്സിൽ സ്കാൻ ചെയ്യുക, അതിലെന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉള്ള വെബ് സെർവേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. വൾണറബിൾ ആയിട്ടുള്ള സെർവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു കോപ്പി ഈ സെർവറിൽ കൊണ്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള ഫയൽസ് ഇൻഫെക്റ്റഡ് ആക്കുക. ഇനി വെബ് ക്ലയൻറ്റ്സ് വഴിയും ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഒരു ക്ലയൻറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു വെബ് സെർവർ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷനും അതുവഴി ഇൻഫെക്റ്റഡ് ആവാം. അപ്പോൾ നിംഡയിൽ നമ്മൾ ശരിക്കും എല്ലാ ഇൻക്ലൂഡഡാണ്. ഇറ്റ്സ് എ പാക്കേജ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൽവെയർ. അപ്പോൾ അതിനകത്ത് വേം, വൈറസ്, മൊബൈൽ കോഡ് ഇതിനകത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ബ്ലെൻഡഡ് അറ്റാക്സ് മേ ഓൾസോ സ്പ്രെഡ് ത്രൂ അതർ സർവീസസ് സച്ച് ആസ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആൻഡ് പിയർ ടു പിയർ ഫയൽ ഷെയറിങ്. അപ്പോൾ ഇത്രയാണ് മാൽവെയറിൻ്റെ ഒരു ഇൻട്രോ പറയാനായിട്ട്. മാൽവെയർസിൻ്റെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ അതിൽ നമ്മൾ കുറച്ച് ടൈപ്സിന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കി. സോ ദാറ്റ്സ് ഓൾ ഓഫ് മാൽവെയർ. താങ്ക് യു.